വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു വാൾ ഹാങ്ങിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ഇതുപോലൊരു പഴയ വാഷറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിൻ്റെ വാഷറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് പീസ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്താലും മതി. പിന്നെ ഞാനിവിടെ വൈറ്റ് ഗ്ലൂ വാട്ടർ മിക്സ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല. ഇനി ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഈ വാഷർ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ കവർ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് അല്ലാതെ ഡയറക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ കവർ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വാഷറാണെന്നും അറിയില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ആണെങ്കിലും എടുത്താൽ മതി. അപ്പോൾ കവറൊക്കെ ചെയ്തെടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതൊക്കെ ഇവിടെ ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ കവർ ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലാന്ന്, കാരണം നമ്മൾ ബ്ലാക്ക് പെയിൻറ്റാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വാഷറിനും ഓൾറെഡി ബ്ലാക്ക് പെയിൻറ്റ് തന്നെയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കവർ ചെയ്തെടുത്തില്ലെങ്കിലും കുഴപ്പമില്ലാന്ന്. അങ്ങനെ പെയിൻറ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഡ്രൈ ആയിട്ടൊക്കെ ഒന്ന് വരട്ടെ. അപ്പോൾ ഇനി ഞാനിവിടെ ലേസിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ സെൻറ്ററിൽ നിന്നും കട്ട് ചെയ്ത് നമുക്കിതൊന്ന് നിവർത്തിയെടുക്കാം. അപ്പോൾ ലേസിൻ്റെ പാക്കറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, ഉള്ളിൽ ഇതുപോലെ സിൽവർ കളറുള്ള ഏത് പാക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ബിസ്ക്കറ്റിൻ്റെ കവറോ റസ്കിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആണെങ്കിലും എടുത്താൽ മതി. ഇനി ഞാൻ ഇതുപോലെ ഒരു അടപ്പെടുത്തിട്ടുണ്ട്, ഒരു റൗണ്ടിലുള്ളൊരു അടപ്പെടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഈ ഒരു വലിപ്പമുള്ള അടപ്പെടുക്കാനായിട്ട് നോക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെൻ കൊണ്ട് നല്ലോണം വരയ്ക്കാൻ പറ്റത്തൊന്നുമില്ല, എങ്കിലും ആ ഒരു പാടനകത്ത് കിടക്കും. അപ്പോൾ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് നമുക്ക് മടക്കിയെടുക്കണം. ആദ്യം ഒന്ന് മടക്കി വീണ്ടും ഒന്ന് മടക്കി ഇതുപോലെ ഒന്നുകൂടെ മടക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ ഏത് ടൈപ്പിലാണോ കട്ട് ചെയ്യുന്നത് ആ ഷേപ്പിലായിരിക്കും നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റലിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ പെറ്റൽസ് എല്ലാം റൗണ്ടിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഷേപ്പിലായിരിക്കും നമ്മുടെ ഫ്ലവർ ഇരിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി അഥവാ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് റൗണ്ടിലൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം നമുക്ക് റൗണ്ടിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു അറ്റം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കത് കറക്റ്റ് റൗണ്ടിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ചിലപ്പം പ്ലാസ്റ്റിക് കവറൊക്കെ കട്ട് ചെയ്യുമ്പോൾ സ്പീഡിലായി പോകും, അങ്ങനെ വേറെ ഷേപ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കാണിച്ചതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ പെറ്റൽസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സെക്കൻഡ് ഫ്ലവറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഫ്ലവർ എടുത്തിട്ട് ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പെറ്റൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഫ്ലവർ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത് പരന്നിരിക്കുന്നത് പോലെ തോന്നും. എന്നിട്ട് ഇതുപോലെ ഫെവിക്കോൾ കൊണ്ട് ഇങ്ങനെ രണ്ട് സൈഡും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു ഫ്ലവർ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാൻ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഫ്ലവേഴ്സിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി ഞാനിവിടെ മുഴുവൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്, റെഡ് കളറിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് നീളത്തിലെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലേക്കൊന്ന് ചുറ്റി കൊടുക്കണം. നമ്മൾ പോംപോം ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചുറ്റില്ലേ, അതുപോലെ തന്നെയാണ് ചുറ്റിയെടുക്കുന്നത്. എങ്കിൽ ഇത് പോംപോം ഫ്ലവർ അല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊരുപാട് വലിപ്പം വേണ്ട, ചെറുതായിട്ട് ചുറ്റിയെടുത്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് രണ്ട് വിരലിൽ വെച്ച് ഞാൻ ചുറ്റിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ അത് മടക്കിയതിന് ശേഷം അതിൻ്റെ അറ്റത്തായിട്ടൊന്ന് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് നല്ലോണം ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ കെട്ടിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ പോംപോം ഫ്ലവർ ഷേപ്പ് ആക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കില്ലേ, അതേപോലെ ഇതുപോലെ ആ ജോയിൻ്റായിട്ട് നിൽക്കുന്ന ആ സൈഡാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. എന്നിട്ട് ഇത് നല്ലോണം ഒരു ഷേപ്പിലാക്കി കൊടുക്കണം. അപ്പോൾ ഒരു കുഞ്ഞു ഫ്ലവർ പോലെ തോന്നും കാണുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ പൊങ്ങി നിൽക്കുന്നതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം.
അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എത്ര ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നു അത്രയും നമ്പേഴ്സ് ഇതിൽ ഇതും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഫ്ലവേഴ്സിലേക്ക് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു സെൻറ്ററിൽ. അപ്പോൾ അതാ ഈ ഒരു ഫ്ലവർ ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്കിത് സെൻറ്ററിലൊന്ന് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഫ്ലവേഴ്സിൻ്റെയും ഒന്ന് സെൻറ്ററിൽ വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫ്ലവേഴ്സ് കാണാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ വൂളൻ ത്രെഡിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബ്ലാക്കും സിൽവറും റെഡും ഒക്കെ ഒരു മാച്ച് ആവുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിങ്ക് ഒക്കെ ആണെങ്കിലും വെച്ച് കൊടുക്കാം, അതും നല്ലതായിരിക്കും. അപ്പോൾ ഇനിയും ഞാൻ വൂളൻ ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്, റെഡ് കളർ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ വീണ്ടും ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചുറ്റുമ്പോഴത്തേക്ക് ഞാൻ 3 വിരൽ വെച്ചാണ് ചുറ്റുന്നത്. നേരത്തെ 2 വിരലായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതുപോലെ കുറച്ച് ലെയർ നമുക്ക് ചുറ്റി കൊടുക്കാം. അപ്പോൾ എത്ര ലെയർ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചുറ്റി കൊടുക്കാം. അപ്പോൾ ലെയർ കൂടുന്നതനുസരിച്ച് തിക്നെസ് കൂടിയിരിക്കും. പിന്നെ നിങ്ങൾ ഒരെണ്ണത്തിന് എത്ര ലെയർ എടുത്തോ അത്രയും തന്നെ എല്ലാത്തിനും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അളവൊക്കെ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു എൻഡിലായിട്ട് ഇതുപോലെ ടൈറ്റായിട്ടൊന്ന് കെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കെട്ടിട്ടതിന് ശേഷം 2 എൻഡും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല, ഒരു എൻഡ് മാത്രം കട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ അത് വിട്ടു പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 2 എൻഡും കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിൻ്റെ എക്സ്റ്റൻഷൻ ആവശ്യമുണ്ട്, അതുകൊണ്ട് അതിൽ തന്നെ നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് ഇതുപോലെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ചീപ്പ് കൊണ്ടിട്ട് ഇതുപോലെ ഒന്ന് ചീക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരും, വൂളനൊക്കെ അഴിഞ്ഞ് നല്ലോണം വരും. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ അത് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് മാത്രം ഒന്നും കൂടെ ഒന്ന് കെട്ടിയിട്ട് എക്സ്റ്റൻഷൻ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റൻഷൻ കുറച്ച് നീളത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബ്ലാക്കും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, 2 ബ്ലാക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, 3 റെഡും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ വാഷറൊക്കെ ഇവിടെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി ഫ്ലവേഴ്സ് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒട്ടിക്കാനായിട്ട് ഹോട്ട് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഫെവിക്കോൾ മാത്രം യൂസ് ചെയ്തിട്ടൊരു ക്രാഫ്റ്റ് ചെയ്യുമോയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ ആണെങ്കിലും യൂസ് ചെയ്താൽ മതി, കുറച്ച് ടൈം എടുക്കുമെന്നേ ഉള്ളൂ, അല്ലാതെ അത് ഒട്ടിക്കോളും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഫെവിക്കോൾ കൊണ്ടാണെങ്കിലും ഇത് വിട്ടും കുറച്ച് നേരം ഒന്ന് പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു സൈഡിലേക്ക് ഈ ഫ്ലവേഴ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വൂളൻ ത്രെഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഹാങ്ങിങ് കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇടകലർത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം റെഡ് ഒട്ടിക്കാം, പിന്നെ ബ്ലാക്ക്, പിന്നെ റെഡ്, അതുപോലെ തന്നെ എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഈ ഒരു ലെങ്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ എടുത്താൽ മതി. ലെങ്തൊന്നും ഞാൻ അളന്നിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇന്നത്തെ വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുള്ളൊരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണം. പിന്നെ ഈ വീഡിയോസൊക്കെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരാം. ഇതാണ് ഇൻസ്റ്റാഗ്രാം ID. ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സെൻഡ് ചെയ്ത് തന്നാൽ മതി. രണ്ടുമില്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്താലും മതി. മെയിൽ IDയും എല്ലാത്തിനെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.